ഇന്ത്യ മുന്നണിയിൽ കുറച്ചെങ്കിലും പോപ്പുലറായ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. എന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ രാജ്യത്ത് നിന്ന് തന്നെ ഒളിച്ചു കൊടുത്ത നേതാവാണെന്നാണ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത്. അതായത് കോവിഡൊക്കെ ഉണ്ടായ സമയത്ത് ഈ രാഹുൽ എവിടെയായിരുന്നു എന്ന് പോലും ചോദിക്കുന്നു. രാഹുൽ അങ്ങനത്തെ ഒരു നേതാവാണോ? ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ജീവിതമാണ് രാഹുൽ ഗാന്ധിയുടെ. രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി ഇവരൊക്കെ അങ്ങനെയാണ്. യു പിയുടെ കാലത്ത് ഇവർ താമസിക്കുന്ന നമ്പർ 10 ജൻപത്ത്, അതിൽ നിന്ന് ഡയറക്റ്റ് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു തുരങ്കം നിർമ്മിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ പുറത്തായി കഴിഞ്ഞപ്പോൾ അത് നിർത്തിവെച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതോ അത് പണിഞ്ഞിട്ടുണ്ടോ എന്നും അറിയില്ല. ഏത് നിമിഷവും ഇറ്റലിയിലേക്കോ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കടക്കേണ്ടി വരും എന്നവർക്കൊരു ധാരണയുണ്ട്. അത് ഒന്ന് അവരുടെ പേരിലുള്ള ED കേസുകൾ, നാഷണൽ ഹെറാൾഡ് കേസ്, ഇതൊക്കെയാണ്. അതിൽ ഇനിയൊരു അറസ്റ്റോ കാര്യമോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഏർപ്പാട്. എന്നാൽ അതിനു മുമ്പ് തന്നെ ഈ ഏർപ്പാട് തുടങ്ങിയിരുന്നു. നാഷണൽ ഹെറാൾഡ് കേസൊക്കെ വരുന്നതിന് മുമ്പാണ് ഈ തുരങ്ക നിർമ്മാണം അവർ പ്ലാൻ ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. രാഹുൽ ഗാന്ധി പലപ്പോഴും അജ്ഞാത ഡെസ്റ്റിനേഷനുകളിലേക്ക് പറക്കുന്ന ആളാണ്. അത് പൊതുപ്രശ്നങ്ങളുള്ളപ്പോൾ മാത്രമല്ല, അതില്ലാത്തപ്പോഴും ഇദ്ദേഹം മുങ്ങിക്കളയും. ഒരിക്കലും ഇദ്ദേഹം ഒരു 53 ദിവസം എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു അത് സ്വകാര്യ സന്ദർശനമാണ്. ശരി, സ്വകാര്യമായിക്കോട്ടെ, ഡെസ്റ്റിനേഷൻ എവിടെയാണ്? ഇപ്പോൾ എനിക്കോ സിനിമനോ സ്വകാര്യ സന്ദർശനത്തിൽ പോകാം. നമ്മൾ ഡൽഹിയിൽ പോയി അല്ലെങ്കിൽ കൊടൈക്കനാലിൽ പോയി, സ്വകാര്യ സന്ദർശനമാണ്. ആ ഡെസ്റ്റിനേഷൻ പറയാമല്ലോ. ഒരു പബ്ലിക് ഫിഗർ ആകുമ്പോൾ ഡെസ്റ്റിനേഷൻ ആൾക്കാരോട് പറയണം. തീർച്ചയായിട്ടും. ബാക്കി നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു എന്ന് ആരും അന്വേഷിക്കില്ല. അത് നിങ്ങളുടെ സ്വകാര്യം. ഡെസ്റ്റിനേഷൻ പറയുക എന്ന് പറയുന്ന ഒരു മര്യാദയാണ്. ഇതുപോലെ ദുരൂഹതകളുള്ള ഒരു കക്ഷിയാണ് നമ്മളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ അദ്ദേഹം ഡെസ്റ്റിനേഷൻ പറയുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹം പോയി യാത്ര കട്ട് ഷോർട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നു. ഇതെന്തിനാണ് എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ അത് സിംഗപ്പൂരിൽ കോവിഡ് വന്നു എന്നാണ് ഒരു അഭ്യൂഹം ഇപ്പോൾ പ്രചരിച്ചത്. സിംഗപ്പൂരിൽ ഒരു 10-30,000 പേർക്ക് പെട്ടെന്ന് കോവിഡ് വന്നു. അപ്പോൾ പിണറായി വിജയൻ പോകാൻ വെച്ചിരുന്നൊരു സ്ഥലം, സന്ദർശിക്കാൻ വെച്ച സ്ഥലം സിംഗപ്പൂരാണ്. അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അത് ക്യാൻസൽ ചെയ്ത സ്ഥിതിക്ക് പിന്നെ നേരത്തെ തിരിച്ചു വരിക, വേറെ ഒന്നും ചെയ്യാനില്ല, വേറെ എങ്ങും പോകാനുള്ള വിസയില്ല, പെർമിഷനില്ല, അതുകൊണ്ട് തിരിച്ചു വന്നു എന്ന് പറയുന്നു. എന്നാലും പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ജനങ്ങളെ അറിയിക്കേണ്ട ചുമതല മുഖ്യമന്ത്രിക്കുണ്ട്. അതൊരു മോശമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിനൊന്നും ലെവലേശം മൈൻഡ് ചെയ്യാത്ത ഒരാളാണ്. പിണറായി വിജയനേക്കാൾ ഒരു പടി മുന്നിലാണ് രാഹുൽ ഗാന്ധി. എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു ഒന്നും അറിയില്ല. ഇദ്ദേഹത്തെ ഒരിക്കൽ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ബോസ്റ്റൺ എയർപോർട്ടിൽ, ഞാൻ ഈ പബ്ലിക് ഡൊമൈനിൽ വന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, ബാക്കി അപവാദങ്ങളായിട്ട് പരക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കഥകൾ എനിക്കും ഡൽഹിയിൽ ചില അറിയാവുന്നതുകൊണ്ട്, ഇടനാഴികളിൽപ്പെട്ട ആൾക്കാരെ അറിയാവുന്നതുകൊണ്ട് അത്തരം കഥകൾ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ പുറത്ത് പറയുന്നില്ല. പബ്ലിക് ഡൊമൈനിൽ വന്ന കാര്യം, ബോസ്റ്റൺ എയർപോർട്ടിൽ വെച്ച് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തിരുന്നു. അത് പെർമിറ്റ് ചെയ്യുന്നതിലധികം ക്യാഷ് കയ്യിൽ വെച്ചതിനാണ്, ഡോളർ കയ്യിൽ വെച്ചതിനാണ്. പ്ലസ് മയക്കുമരുന്നും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അന്ന് ഇദ്ദേഹം ഒരു VIP ആയതുകൊണ്ട് അമേരിക്കൻ സർക്കാർ ഇന്ത്യയെ ബന്ധപ്പെട്ടു. കക്ഷി ഇങ്ങനെ ഞങ്ങൾ തടഞ്ഞു വെച്ചിട്ടുണ്ട് ബോസ്റ്റൺ എയർപോർട്ടിൽ, ഇന്നതാണ് കാര്യം. മയക്കുമരുന്ന് ഉണ്ടെന്ന് പറഞ്ഞു കാണും അല്ലേ? അപ്പോൾ അന്ന് വാജ്പേയി സർക്കാർ പറഞ്ഞു, ചീത്തപ്പേരാക്കരുത്, തിരിച്ചു വിട്ടേക്ക്, ബോസ്റ്റണിൽ നിങ്ങൾ കയറ്റണ്ട, തിരിച്ചു വിട്ടേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അന്ന് മുതൽ ബോസ്റ്റൺ എന്ന നഗരം രാഹുൽ ഗാന്ധിക്ക് അപ്രാപ്യമാണ്. അതിനുശേഷം ഇന്ന് വരെ അദ്ദേഹം ബോസ്റ്റണിൽ പോയിട്ടില്ല. അമേരിക്കയിൽ പല സ്ഥലത്തും പോകും, പക്ഷേ ബോസ്റ്റണിൽ പോവില്ല. എൻട്രി ഈസ് പ്രൊഹിബിറ്റഡ്. ഇദ്ദേഹം ബാക്ക് ഓപ്സ് എന്ന പേരിൽ ഒരു കമ്പനി ഇംഗ്ലണ്ടിൽ തുടങ്ങി. അതിൽ ഇദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണ് എന്ന് കാണിച്ചു.
ബ്രിട്ടീഷ് പാസ്പോർട്ടും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് മാത്രമേ പാടുള്ളൂ. വേറെ ഏതെങ്കിലും പാസ്പോർട്ട് എടുത്താൽ നിങ്ങളുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകും. ഡ്യുവൽ പാസ്പോർട്ട് പാടില്ല എന്നാണ് ഇന്ത്യയുടെ ചട്ടം. ഡ്യുവൽ പാസ്പോർട്ട് ആവാം എന്നുള്ള രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ കാനഡ, അങ്ങനെയാണ് ഈ ഗുർപ്രീത് സിംഗ് പന്നു, അയാൾക്ക് കനേഡിയൻ പാസ്പോർട്ടും ഉണ്ട്, അമേരിക്കൻ പാസ്പോർട്ടും ഉണ്ട്. അമേരിക്കയ്ക്കും അത് വിരോധമില്ല, കാനഡയ്ക്കും വിരോധമില്ല. അങ്ങനെ 2-3 പാസ്പോർട്ടൊക്കെ അനുവദിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇന്ത്യ അത് അനുവദിക്കില്ല. ഇന്ത്യയുടെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ യെസ്, ഓക്കെ. അതല്ല, നിങ്ങൾ വേറെ പാസ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പാസ്പോർട്ട് ക്യാൻസലാവും. അതാണ് നമ്മുടെ സിസ്റ്റം. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് 2 പാസ്പോർട്ടും ഉണ്ട്. അത് UPA സർക്കാരിൻ്റെ കാലത്ത് എടുത്തതാണ്. ബാക്കോപ്സ് എന്ന കമ്പനി ഇംഗ്ലണ്ടിൽ രജിസ്റ്റർ ചെയ്തു. ആ കമ്പനി ഓരോ ഓപ്പറേഷനും നടത്തിയില്ല, എന്നിട്ട് അത് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഈ റെക്കോർഡ്സ് വെച്ചിട്ടാണ് ലോക്സഭ സ്പീക്കർക്ക് പരാതി പോയത്. ഇദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ അല്ല. ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്ത നിമിഷം ഇദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ അല്ലാതെ പോയി. വേറൊരു വാദം കൂടെയുണ്ട്. ഇറ്റലിയുടെ ഒരു ചട്ടമുണ്ട്. ഇറ്റലിയിലെ സിറ്റിസൺ അവർ എവിടെ പോയി പ്രസവിച്ചു കഴിഞ്ഞാലും ആ കുട്ടി ഓട്ടോമാറ്റിക്കലി ഇറ്റലിക്കാരനായിരിക്കും. അത് ശരി. അപ്പോൾ ഇറ്റലിക്കാരനാണ് രാഹുൽ ഗാന്ധി അവരുടെ റൂൾ അനുസരിച്ച്. ഇന്ത്യൻ റൂൾ ഇക്കാര്യത്തിൽ സൈലൻ്റാണ്. ഒരു വിദേശ വനിത ഇവിടെ വന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ അവരുടെ കുട്ടി ഇന്ത്യനാണോ അമേരിക്കനാണോ ഇങ്ങനത്തെ ചോദ്യത്തിന് നമ്മളൊരു ഉത്തരം കൊടുത്തിട്ടില്ല. നമ്മൾ നിയമത്തിലൊരു പ്രൊവിഷനില്ല. ഇതൊക്കെ വെച്ചിട്ടാണ് ഈ സ്പീക്കർക്ക് പരാതി പോയത്. ആ പരാതിയിൽ ഇതുവരെ നടപടി എടുത്തിട്ടില്ല. ആ പരാതിയിൽ ഒരു വിശദീകരണം രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു. അദ്ദേഹം മറുപടി കൊടുത്തിട്ടില്ല. 2015 മറ്റോ ഒരു MP കൊടുത്ത പരാതിയാണത്. ഇതുവരെ അതിൽ നടപടിയും ഉണ്ടായിട്ടില്ല. ആ പരാതിയെപ്പറ്റി രാഹുൽ ഗാന്ധി വിശദീകരണവും നടത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വലിയൊരായുധം തനിക്കെതിരെ മോദിയുടെ കയ്യിലുണ്ട് എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാം. ആ തിരിച്ചറിവുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധി കഴിഞ്ഞ വർഷം അമേഠിയിൽ മത്സരിച്ചു. അപ്പോൾ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ഒരു സ്വതന്ത്രൻ സുപ്രീം കോടതിയിൽ ഇതുമായിട്ട് പോയി. ഇയാളുടെ പൗരത്വം ലോക്സഭയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ലോക്സഭയുടെ എത്തിക്സ് കമ്മിറ്റി തീരുമാനമെടുക്കാതെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരാൾ, സംശയാസ്പദമായ പൗരത്വമുള്ള ഒരാൾ, അയാൾ മത്സരിച്ചുകൂടാ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പറഞ്ഞു, ഈ പൗരത്വം കൊടുക്കുക കൊടുക്കാതിരിക്കുക, പൗരത്വം നിർണ്ണയിക്കുക, ഇതെല്ലാം സർക്കാർ ചെയ്യേണ്ട പണിയാണ്. കോടതിക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റില്ല. സർക്കാരാണത് ചെയ്യേണ്ടത്. ആ കാരണം പറഞ്ഞിട്ട് ഈ ഹർജി ഇവർ തള്ളി. അപ്പം ഞാനെന്തോ ജയിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി അന്ന് തുള്ളിച്ചാടി. കോടതി ആകെ ഇതേ പറഞ്ഞിട്ടുള്ളൂ. കോടതിക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇല്ലല്ലോ. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തെളിവുകൾ ഹാജരാക്കി അത് നോക്കിയിട്ട് വിധി പറയുക, ഇതാണ് കോടതിക്ക് ചെയ്യാൻ. അല്ലാതെ കോടതി ഇറങ്ങിയിട്ട് ഇയാളുടെ പൗരത്വം അന്വേഷിക്കുക, ആ കടലാസ് കൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനൊരു സംവിധാനം കോടതിക്കില്ല. അതിനുള്ള ഓഫീസർമാരോ പോലീസോ പട്ടാളമോ ഒന്നും കോടതിയുടെ കീഴിലല്ല പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സർക്കാരാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാണ് തള്ളിയത്. അന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് നമ്മുടെ BDJSൻ്റെ തുഷാർ വെള്ളാപ്പള്ളി. തുഷാർ വെള്ളാപ്പള്ളിയുടെ ടീമിനോട് ഞാനിത് പറഞ്ഞു, ഇവിടെയും ഇതുപോലെ രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി കൊടുക്കണം എന്ന് പറഞ്ഞു. അവർ ഡീറ്റെയിൽസൊക്കെ വാങ്ങിച്ചു എൻ്റെ നിന്ന്. എനിക്ക് ആ രാഹുൽ ഗാന്ധിക്കെതിരെ ആൾ കൊടുത്ത കേസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ നിന്ന് സംഘടിപ്പിച്ചിരുന്നു. അത് ഞാൻ ഇവർക്കും കൊടുത്തു. പക്ഷേ ഇവരെന്തോ അതിന് പോയില്ല. പോയാൽ ഒരുപക്ഷെ ഇവർക്കും കോടതിയിൽ നിന്ന് ഈ മറുപടിയായിരിക്കും കിട്ടുക. പക്ഷേ കേരളത്തിൽ അതൊരു വലിയ പൊളിറ്റിക്കൽ വിഷയമാകും. അതിൻ്റെ ഒരു ഗുണം തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടും. കോൺട്രവേഴ്സിക്ക് ഒരു ബെനിഫിഷ്യറി ഉണ്ടല്ലോ, അത് തുഷാർ വെള്ളാപ്പള്ളി ആയിരിക്കും. ബട്ട് ഇതിനൊക്കെ തുനിഞ്ഞിറങ്ങണ്ടേ, അതിന് പറ്റാഞ്ഞിട്ടായിരിക്കും ഏതായാലും അവരത് ചെയ്തില്ല. ഇത്തവണയും അത് ചെയ്യാമായിരുന്നു. ഇത്തവണയും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു. ഇപ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കുന്നു. യു ക്യാൻ ഡൂ ദാറ്റ്. റായ്ബറേക്കാരൻ ചിലപ്പോൾ ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. റായ്ബറേലിലും ഇതുപോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്.
ബി ജെ പിക്കാരന് പോകാൻ തടസ്സമൊന്നുമില്ല, വാസ്തവത്തിൽ ബി ജെ പി പോകേണ്ടതാണ്. എന്തുകൊണ്ടാണ് ബി ജെ പി ഇതിലൊരു തീരുമാനം എടുക്കാത്തതെന്നും എനിക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ വർഷം എത്രയായി? 2015 എന്ന് പറയുമ്പോൾ 9 വർഷമായില്ലേ? അതെ. 9 വർഷം ഒരാളുടെ പൗരത്വം തീരുമാനമെടുക്കാതെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് മേ ബി അതൊരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട് ഉപയോഗിക്കാനായിരിക്കും. കാരണം ജുഡീഷ്യറി ഇതിൽ നിന്നും മാറിയ സ്ഥിതിക്ക് പിന്നെ ഇതിൻ്റെ പൊളിറ്റിക്സാണ് പ്രധാനം. അപ്പോൾ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ട് ചെയ്യാം. രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നത് ഈ ഇൻ്റലിജൻസിന് ഇതറിയാതിരിക്കില്ല, ഉറപ്പായിട്ടറിയും. ഒരു ഫ്ലൈറ്റിലാണല്ലോ ഈ പോകുന്നത്. അതെ. മിക്കവാറും പ്രൈവറ്റ് ജെറ്റിനാണ് രാഹുൽ ഗാന്ധി പോകാറുള്ളത്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാറില്ല. ഇവരൊക്കെ പ്രൈവറ്റ് പ്ലെയിനിലേ പോവുള്ളൂ. ഇന്ത്യക്കുള്ളിലാണെങ്കിലും പുറത്തേക്കാണെങ്കിലും പ്രൈവറ്റ് ജെറ്റുകൾക്കാണ് പോകുന്നത്. പക്ഷേ ഈ പ്രൈവറ്റ് ജെറ്റിൻ്റെ പോലും ഡെസ്റ്റിനേഷൻ, സെക്യൂരിറ്റി, ഇത് എല്ലാം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ്. അതിൽ കസ്റ്റംസ് ഇൻവോൾവാണ്, ഇമിഗ്രേഷൻ ഇൻവോൾവാണ്, ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ഇൻ്റലിജൻസിനെ അറിയാം ഇദ്ദേഹം എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, തിരിച്ചു വന്നത് എന്നാണ്, എന്തിന് തിരിച്ചു വന്നു, ഇതെല്ലാം ഇവർക്കറിയാം. ബട്ട് അതൊരു കോൺഫിഡൻഷ്യലായിട്ട് അവർ വെച്ചിരിക്കുന്നു. ഇത് എപ്പോഴാണ് ഇദ്ദേഹം പോയി വലിയ കുഴപ്പത്തിൽ ചാടുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. പ്രിയങ്ക ഗാന്ധിയെ നോക്കുക. വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി ഒരു പ്രചരണത്തിലും കാണാൻ സാധ്യമല്ല. പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാവാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ പീക്ക് സമയമാണ് വൈകുന്നേരം 7 മണി മുതൽ ഒരു രാത്രി 10 മണി വരെ. അതെ അതെ. ആ സമയത്ത് അവർക്ക് ശാരീരിക പ്രശ്നം കൊണ്ടോ എന്താണോ 7 മണി കഴിഞ്ഞാൽ പിന്നെ പ്രിയങ്ക ഈസ് നോട്ട് ഇൻ ദ ഫീൽഡ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് നോക്കിയാൽ മതി. അപ്പോൾ അവർക്കും അതുകൊണ്ടാണ് അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത്. അല്ലാതെ അവരുടെ അധികാരമോഹമില്ല എന്നിട്ടോ അങ്ങനെയൊന്നുമല്ല. അവർക്ക് നല്ല അധികാരമോഹമുണ്ട്. അവർ എം പിമാർക്ക് വേണ്ടി കൊടുക്കാറുള്ളൊരു വീടാണ് പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്തത്. ഇത്തവണയാണ് മോദി അത് ഒഴിപ്പിക്കുന്നത്. അതുവരെ അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു അനധികൃതമായിട്ട്. ഒരു എം പിയുടെ സൗകര്യങ്ങളും മുഴുവൻ എം പിമാരെ ബംഗ്ലാവില്ലാഞ്ഞിട്ട് ഡൽഹിയിലെ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിക്കുന്നു വാടക കൊടുത്ത്. അപ്പോഴും ഈ പ്രിയങ്ക ഗാന്ധി ഒരു വലിയ ബംഗ്ലാവിൽ താമസിക്കുന്നു. അമ്മയ്ക്ക് വേറെയുണ്ട് നമ്പർ 10 ജൻപത്ത്, ചേട്ടന് വേറെയുണ്ട് ലോക്സഭ എം പി എന്നുള്ള നിലയ്ക്ക്. രാഹുൽ ഗാന്ധിക്ക് നമ്പർ 12 അക്ബർ റോഡ് അവിടെയുണ്ട്. ഇത് കൂടാതെ അനധികൃതമായിട്ട് അനിയത്തിക്കും ഒരു വീട്. ആ വീട് പിന്നെ തിരിച്ചെടുത്ത് നോട്ടീസൊക്കെ കൊടുത്ത് അവർക്ക് അത്ര പിടിച്ചൊന്നുമില്ല, പക്ഷേ രക്ഷയില്ല, എവിക്റ്റ് ചെയ്യുന്നുള്ള സ്ഥിതി വന്നപ്പോൾ അവർ ഒഴിഞ്ഞു കൊടുത്തു. ഇതാണ് ഈ കുടുംബത്തിൻ്റെ കഥ. മൊത്തം ദുരൂഹതകൾ നിറഞ്ഞ ഒരു കുടുംബം. അതിന്നു മുതലല്ല, ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ ദുരൂഹതകൾ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു കുടുംബമാണ് നെഹ്റു കുടുംബം. ആരെന്ത് ചെയ്യുന്നു എന്ന് പിടിയില്ല, എന്തൊക്കെയാണെന്നറിയില്ല. കുറേ അധികം കാര്യങ്ങൾ പുറത്തുവിട്ടത് അവരുടെ സെക്രട്ടറി ആയിരുന്ന M.O. മത്തായിയാണ്. റെമിനിസൻസ് ഓഫ് നെഹ്റു ഏജ് എന്ന പുസ്തകത്തിൽ. ആ പുസ്തകം ഇപ്പോൾ ഇൻ്റർനെറ്റിൽ കിട്ടാനുണ്ട്, PDF ആയിട്ട് ആ പുസ്തകം കിട്ടാനൊക്കെ ഉണ്ട്. പക്ഷേ ആരും അതങ്ങനെ ചർച്ച ചെയ്യാറില്ല. കാരണം വ്യക്തിപരമായിട്ട് ഒരു കുടുംബത്തിൻ്റെ കഥകൾ എന്തിന് വെറുതെ ചർച്ച ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ ആ കുടുംബം ഇന്ത്യൻ രാഷ്ട്രീയത്തെ വല്ലാതെ സ്വാധീനിക്കുന്നത് കൊണ്ട് അത് ചർച്ച ചെയ്യേണ്ടതും ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഈ പബ്ലിക് ഫിഗേഴ്സിന് ഒരു പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുന്നത് ആവാം, പക്ഷേ അത് ജനങ്ങൾ ചർച്ച ചെയ്യരുതെന്ന് വാശി പിടിക്കരുത്. അതൊരു യൂറോപ്യൻ സ്വഭാവമാണ്. യു ഹാവ് നത്തിങ് ടു ഡു വിത്ത് മൈ പേഴ്സണൽ ലൈഫ്, മൈ പേഴ്സണൽ ലൈഫ് ഈസ് പേഴ്സണൽ ലൈഫ്. ഭാരതത്തിൽ അങ്ങനെയല്ല. മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ ലൈഫ് വരെ അദ്ദേഹം തുറന്ന് ജനങ്ങളുടെ മുമ്പിലിട്ടിരുന്നു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ, അദ്ദേഹം ചെയ്ത തെറ്റുകൾ, ശരികൾ, അദ്ദേഹത്തിന് തോന്നിയ ശരി. ഇപ്പോഴും ആൾക്കാർ അദ്ദേഹത്തെ വിമർശിക്കുന്നു, ആ ചെയ്തത് തെറ്റായിപ്പോയി, ഈ ചെയ്തത് തെറ്റായിപ്പോയി എന്ന്. പക്ഷേ അദ്ദേഹം ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. ശരിയോ തെറ്റോ ഒന്നും നിങ്ങൾക്ക് തീരുമാനിക്കാം, പക്ഷേ ഒളിയും മറയുമില്ലാത്ത ഒരു ജീവിതം. അതാണ് ഒരു ഇന്ത്യൻ സ്റ്റൈൽ. ഇപ്പം എല്ലാം നമ്മൾ യൂറോപ്യൻ സ്റ്റൈലിലേക്ക് മാറാൻ തുടങ്ങി. സ്വകാര്യത, വ്യക്തിജീവിതം, ഇതൊന്നും പൊതുപ്രവർത്തകന് പറഞ്ഞിട്ടുള്ളതല്ല. സ്വകാര്യത നിങ്ങൾക്ക് സംരക്ഷണമെങ്കിൽ നിങ്ങൾ സ്വകാര്യ ജീവിതം നയിക്കണം.
അപ്പോൾ ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല. ഞാൻ പൊതുരംഗത്ത് വലിയ നേതാവാണ്, അതാണ് ഇതാണ്, ത്യാഗം, സ്നേഹം, ധർമ്മം എന്നൊക്കെ പറയുക, എന്നിട്ട് എൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് നിങ്ങൾ കയറരുതെന്നും പറയും. ഇതെന്ത് പരിപാടിയാണ്? അപ്പോൾ അത് ഒരു യൂറോപ്യൻ കൺസെപ്റ്റാണ്. ബട്ട് സ്ലോലി ആ കൺസെപ്റ്റാണ് ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരു ഒളിച്ചോട്ടക്കാരനാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഒരു ദുരൂഹ ജീവിതം നയിക്കുന്ന ആളാണ്. എന്തായാലും ഈ പറയുന്ന ഒരു കൊളംബിയൻ ലേഡിയെ കൊണ്ട് നടന്നത് ഓർമ്മയില്ലേ? അതെ, ഇവിടെ കൊണ്ടുവന്നിരുന്നു, നമ്മുടെ കുമരകത്ത് റിസോർട്ടിലൊക്കെ കൊണ്ടുവന്നിരുന്നു. അവരായിരുന്നു ഇയാളുടെ കൂട്ടത്തിൽ ഈ അണ്ടർവെയർ മാത്രം ഇട്ട് കാല് മൊത്തം പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ. അവരെ പിന്നെ എന്ത് ചെയ്തു? അവരെ കൊന്നോ തിന്നോ ഒന്നും അറിയാൻ വയ്യ. അവരുടെ അഡ്രസ്സില്ല. ഇപ്പോൾ വേറെ ഏതെങ്കിലും ലേഡി ഉണ്ടോ അതും നമുക്കറിയില്ല. മൊത്തത്തിൽ ഒരു ദുരൂഹത ചൂഴ്ന്നു നിൽക്കുന്ന ഒരു കുടുംബവും അതിനകത്ത് അതിൽ ദുരൂഹതയുടെ ചെളിയിൽ ആണ്ട് കിടക്കുന്ന ഒരാളുമാണ് രാഹുൽ ഗാന്ധി. എന്തായാലും ഇപ്പോൾ ഈ റായ്ബറേലിയിലും വയനാട്ടിലേക്ക് റിസൾട്ട് വരുമ്പം ഈ രാഹുൽ ജയിക്കുക കൂടി ചെയ്തില്ലെങ്കിൽ ഈ ദുരൂഹതയുടെ ആഴം ഇനിയും കൂടുമെന്ന് തന്നെ നമുക്ക് വയനാട്ടിൽ ആ രാഹുൽ ഗാന്ധി ജയിക്കും, സംശയമില്ല. റായ്ബറേലിയിൽ പ്രശ്നമാണ്. റായ്ബറേലിയിൽ തോക്കാനാണ് സാധ്യത. എന്തായാലും രാഹുലിൻ്റെ നിഗൂഢതകളൊക്കെ ഇനിയും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. ഇപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.